ഭരണഘടനയ്ക്കെതിരെ അവഹേളന സ്വരത്തിൽ സംസാരിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച ശേഷം തിരിച്ചു വന്ന ആളാണ്. അന്ന് തിരിച്ചു വരാൻ ഒരു പോലീസ് റിപ്പോർട്ടിന്റെ പിൻബലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഭരണഘടനയെ അവമതിക്കുക എന്ന ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ട് പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ആ റിപ്പോർട്ട് മാത്രമല്ല, അത് അംഗീകരിച്ച കീഴ്ക്കോടതി നടപടിയും തള്ളിക്കളഞ്ഞ കോടതി പുനരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ സജി ചെറിയാൻ പറയുന്നു, ധാർമ്മികതയുടെ പേരിൽ ഒരു തവണ രാജിവെച്ചിട്ടുണ്ട്, 2 തവണ അത് വേണ്ടല്ലോ എന്ന സ്വരത്തിൽ. ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഭരണകൂട ഫാസിസത്തെ കൈകാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണ് സജി ചെറിയാൻ. അതേ സജി ചെറിയാൻ ഭരണഘടന എന്നതുകൊണ്ട് അടിസ്ഥാന വർഗത്തിന് ഗുണമൊന്നുമില്ല എന്ന മട്ടിൽ പാർട്ടി സ്റ്റഡി ക്ലാസ് എടുക്കുന്നു എന്നതാണ് നാം കണ്ടത്. സത്യത്തിൽ ഒരു തവണ രാജിവെച്ച് പുറത്തുപോയി വന്നു എന്നതുകൊണ്ട് സജി ചെറിയാന്റെ ഉത്തരവാദിത്തം പൂർണ്ണമാകുന്നുണ്ടോ? ഭരണഘടനയോട് നിർവ്യാജമായ കൂറും പ്രതിബദ്ധതയും കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാവാചകം തുടങ്ങുന്നത്. അതേ സജി ചെറിയാൻ ഭരണഘടന കുഴപ്പമാണ് എന്ന സ്റ്റഡി ക്ലാസ് പാർട്ടിക്കാർക്ക് എടുത്തു കൊടുക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായും ധാർമ്മികമായും നിയമപരമായും സാങ്കേതികമായും തുടരാൻ എന്തുമാത്രം അർഹതയുണ്ട് എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരികയാണ്. ഈ വിഷയം സംസാരിക്കുന്നു സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിനെ CPIM ഉടൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ KP നൌഷാദ് അലി, കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, സുപ്രീം കോടതി അഭിഭാഷകൻ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, മന്ത്രി സജി ചെറിയാൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണഘടനയോടുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്ന ആളാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോലീസ് റിപ്പോർട്ട് കൊണ്ട് ക്ലോസ് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി ഒരു പുനരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഓഫീസിൽ തുടരാൻ കഴിയാത്ത പ്രതിസന്ധി ഇപ്പോഴുണ്ടോ? നിഷാദ്, ഇത് തീർച്ചയായിട്ടും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞിരുന്നതാണ്. ഈ കാര്യങ്ങൾ നമ്മളൊന്ന് വളരെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾ വിളിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അത് കേട്ടിരുന്നു. അത് വളരെ കാഷ്വലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലുള്ള ഞാൻ എൻ്റെ ഓഫീസിലെ ആളുകളോട് ഇന്ത്യയിൽ ഇതുപോലുള്ള എത്രയൊക്കെ കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്, അത് എപ്പോഴൊക്കെയാണ് നമുക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇതുപോലുള്ള അധികം കേസുകളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ആകെയുള്ളത് നമ്മുടെ ഫ്ലാഗുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലാഗ് തിരിച്ചു കെട്ടിയതോ മറച്ചു കെട്ടിയതോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. എനിക്ക് ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം നമ്മൾ ഇത്ര സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഉണ്ടോ എന്നൊരു താല്പര്യം എനിക്കിതിൽ ഉണ്ട്. കാരണം അത്രത്തോളം വിവാദകരമായിട്ടുള്ള ഒരു പ്രസ്താവനയും ആ വാചകങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് കുന്തം കുടച്ചക്രം എന്നൊരു വാക്കാണ്. അതൊന്ന് അൺപാർലമെൻ്ററി വേർഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടത് പുറത്തു പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപാട് കാലം അതേക്കുറിച്ച് മാറിയുന്നതൊക്കെയാണ്. ഇതിൽ ഞാൻ ജസ്റ്റിസ് ബെച്ചുഗറിൻ്റെ ജഡ്ജ്മെൻറ്റും കാര്യമായിട്ട് വായിച്ചു നോക്കി. വളരെ കാഷ്വലായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം പുനരന്വേഷണം നടത്തുന്നുള്ള ഇതിൽ വ്യക്തമായിട്ട് സുപ്രീം കോടതി അടക്കമുള്ള ജഡ്ജ്മെൻറ്റിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് ഒരു തെറ്റായിട്ടുള്ള ഉദ്ദേശം, മെൻസ്രിയ, അതൊരു കുറ്റം ചെയ്യണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ക്രിമിനൽ കുറ്റത്തിന് അദ്ദേഹത്തെ നമുക്ക് വിചാരണ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഈ കേസിൽ അദ്ദേഹം നിയമസഭയിൽ പരസ്യമായി മാപ്പ് പറഞ്ഞതാണ്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെറ്റുപറ്റികൾ നിർവ്യാജം ഖേദിക്കുന്നു, എനിക്ക് ഭരണഘടനയോട് 100% കൂറുണ്ട്, ഞാൻ ഭരണഘടനയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു സ്ഥിതിക്ക് പിന്നെ അതിൻ്റെ പുറകിൽ പോകേണ്ട ഒരാവശ്യമുണ്ട് എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ അഭിഭാഷകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ആ പറഞ്ഞ അഭിഭാഷകൻ ഒരു CBI എൻക്വയറി ആവശ്യപ്പെട്ടാണ് കോടതിയിൽ പോയിട്ടുള്ളത്. അതൊന്നും കോടതി അനുവദിച്ചിട്ടില്ല. ഇത് ക്രൈംബ്രാഞ്ചിനോട് ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ ഇത് അന്വേഷണം എന്ന് പറഞ്ഞു. അതിന് കാരണമായിട്ട് പറഞ്ഞത് ഇതിന് കാരണമായിട്ടുള്ള വീഡിയോ റിപ്പോർട്ട്, അതിൻ്റെ പെൻഡ്രൈവ് ഒന്നും അന്വേഷണത്തിന് കൊടുത്ത് അതിൻ്റെ റിപ്പോർട്ട് തിരികെ ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അത് ക്ലോസ് ചെയ്തത് ഉചിതമായില്ല. കാരണം ഇതുപോലുള്ള ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള ആരോപണമായതുകൊണ്ട് ഇതുകൂടി പരിശോധിച്ചായിരുന്നു കോടതി അതിൽ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. പക്ഷേ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട്
ഇതിൽ ഏതെങ്കിലും കേസ് നിൽക്കുമോ എന്ന കാര്യം പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത് അന്വേഷിച്ച പോലീസ് ഓഫീസർ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അഭിപ്രായം തേടുകയും അദ്ദേഹം ഇതിൽ കേസ് നിൽക്കില്ല എന്ന അഭിപ്രായം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ സർ പറഞ്ഞിട്ടുള്ള ആ ജഡ്ജ്മെൻറ്റിലേക്ക് പോകുമ്പോൾ അതിൽ പരിഗണിച്ച 1-2 മറ്റ് ജഡ്ജ്മെൻറ്റുകളുണ്ട്. ഭജൻലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന 1993 ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട ജഡ്ജ്മെൻറ്റാണ് 482 കാര്യങ്ങൾ പറയുമ്പോൾ. അതിലൊരു 10ഓളം കാര്യങ്ങൾ അവസാനമായി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം, ഇതിൽ പറയുന്ന ആരോപണം സത്യമാണ് എന്ന് കരുതിയാൽ പോലും ഇത് ഒരു കുറ്റകൃത്യമായി പരിഗണിക്കാനും വിചാരണ നടത്തി കഴിഞ്ഞാൽ അതൊരു ശിക്ഷയിൽ എത്തും എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതുപോയി മുന്നോട്ട് പോകാവുന്നു എന്നുള്ളതാണ്. ഈ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് നമ്മളുടെ ഇന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അന്തസ്ഥിതിയിൽ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. ഇത് കാണുന്ന ഒരു സാധാരണക്കാരന് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി നിസാമിന് വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാം, എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് ഈ ജഡ്ജ്മെൻറ്റിൽ വ്യക്തമായി തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോഴോ അതിലേക്ക് പോകുമ്പോഴോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി ഭരണഘടന ഇതാണ്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞു തയ്യാറാക്കി കൊടുത്ത ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് രാജ്യത്ത് എഴുതി നടപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം, ജനാധിപത്യം എന്നിവയുടെ കൂടെ കുന്തം കുടച്ചക്രം എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആകെ ഈ 2 വാക്കുകളാണ്. അതൊരു അൺപാർലമെൻ്ററി ആണ് എന്നാണോ, അത് ഭരണഘടനയെ മോശപ്പെടുത്താനാണോ എന്നൊന്നും ഒരു തരത്തിലും ഒരു ക്രിമിനൽ നടപടി നിയമത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു ക്രിമിനൽ ഒഫൻസിൻ്റെ ഭാഗമായി പരിശോധിക്കുമ്പോൾ ഒരു സാധാരണ ബോധ്യമുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതിൽ ജഡ്ജിമാർക്കോ ബാക്കിയുള്ള ആളുകൾക്കോ വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി ശരി. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഗുരുതരമായ ഒരു നിയമപ്രശ്നമായിട്ട് അത് ഉയർന്നു വരുന്നില്ല, ഒരു പാസീവ് കമന്റായി മാത്രമേ എടുക്കാൻ ഇതിന് കഴിയൂ, കോടതി ഇത് വലുതാക്കാൻ പാടില്ല എന്ന അഭിപ്രായം പങ്കുവെക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ കൂടി നമ്മോടൊപ്പം, CPIM-ന്റെ പ്രതിനിധി. അരുൺകുമാർ, ഈ കേസ് എന്തുമാത്രം ഗൗരവമുള്ളതാണ്, കോടതിക്കകത്ത് എന്തുമാത്രം ആഴത്തിലത് പോകുമെന്നത് ഒരു വിഷയമാണ്. അതെന്തായിരുന്നാൽ തന്നെയും ഇത് ഗൗരവതരമാണ് എന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM, അങ്ങനെ നിലപാട് സ്വീകരിച്ച മുന്നണിയാണ് LDF. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടത്. അദ്ദേഹം തിരികെ വരുന്നത് പോലീസിൻ്റെ ഒരു ക്ലോഷർ റിപ്പോർട്ട്, അത് അംഗീകരിച്ച കീഴ്ക്കോടതി വിധി എന്നിവയുടെ കൂടി പശ്ചാത്തലത്തിലാണ്. പക്ഷേ അതിപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണം പൂർണ്ണമായിട്ടില്ല. തുടരന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാട് കേരളത്തിലെ പരമോന്നത കോടതി സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ CPIM-ൻ്റെയും LDF-ൻ്റെയും പഴയ ധാർമ്മിക നിലപാടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തുടരാൻ പാടില്ല. സജി തന്നെ പറയുന്നുണ്ട് 2 അന്വേഷണങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ടും കേസ് കോടതിയിലിരിക്കുന്നു എന്നതുകൊണ്ടും ഞാൻ മാറി നിൽക്കുന്നുവെന്ന്. സത്യത്തിൽ ഇപ്പോഴും അന്വേഷണം തുടരുന്നു, കേസ് കോടതിയിൽ നിൽക്കുന്നു എന്ന സ്റ്റാറ്റസ് മടങ്ങി വന്നില്ലേ? അപ്പോൾ സജി ചെറിയാന് ഓഫീസിൽ തുടരാൻ കഴിയുമോ എന്ന ക്വസ്റ്റ്യൻ വീണ്ടും ഉയർന്നു വരുന്നുണ്ടോ അഡ്വക്കേറ്റ് അരുൺ? ഈ കേസിൽ പോലീസ് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തു. റഫർ റിപ്പോർട്ടാണ് കൊടുത്തത്. ആ റിപ്പോർട്ട് ഒബ്ജക്ഷൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്വക്കേറ്റ് ബൈജു രംഗത്ത് വരികയും അദ്ദേഹം തുടരന്വേഷണം നടത്താൻ വേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ തുടരന്വേഷണം നടത്താനുള്ള പെറ്റീഷനാണ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി ഇന്ന് വിധി പ്രഖ്യാപിച്ചു. ഈ വിധി പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഓപ്പറേറ്റീവ് പോർഷനിൽ തുടരന്വേഷണം നടത്താനുള്ള അപേക്ഷയിൽ മജിസ്ട്രേറ്റ് കോടതി ഇട്ട ഉത്തരവിനെയാണ് സെറ്റ് അസൈഡ് ചെയ്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റഫർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ മജിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞതല്ലാതെ ആ മജിസ്ട്രേറ്റ് എടുത്ത തീരുമാനത്തെ ഈ കോടതി ഉത്തരവിലൂടെ റദ്ദാക്കിയിട്ടില്ല. കാരണം ഇതിൽ 10 എക്സിബിറ്റാണ് ഹാജരാക്കിയത് ഈ റിട്ട് പെറ്റീഷനൊപ്പം. ആ എക്സിബിറ്റിൽ മജിസ്ട്രേറ്റ് റഫർ റിപ്പോർട്ടിന്റെ മേൽ എടുത്ത തീരുമാനം എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ ആ തീരുമാനത്തിന്റെ കോപ്പി ഈ പെറ്റീഷണർ ഹാജരാക്കിയിട്ടില്ല. കോടതി നേരിട്ട് അത് വിളിച്ചു വരുത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മജിസ്ട്രേറ്റ് റഫർ റിപ്പോർട്ട് അംഗീകരിച്ചോ തള്ളിയോ എന്നതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ഹൈക്കോടതിയുടെ മുന്നിൽ ഇല്ലാതെയാണ് ഈ തീരുമാനമെടുത്തത്. ഒന്നാമത്തെ കാര്യം. ഏതായാലും അത്തരത്തിലൊരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് റദ്ദാക്കാൻ ഹൈക്കോടതി ഉദ്ദേശിക്കുന്നെങ്കിൽ ഹിയർ ദി അതർ സൈഡ് എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഈ കേസിൽ അത്തരത്തിലൊരു വിധിന്യായം പുറപ്പെടുവിച്ചാൽ ആർക്കെതിരായിട്ടാണോ ഈ വിധിന്യായം വരുന്നത് അദ്ദേഹത്തെ കേൾക്കുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ള ഒരു നീതിയാണ്, സാമൂഹ്യ നീതിയാണ്. ഈ മന്ത്രിക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല, മന്ത്രിയെ കേട്ടിട്ടില്ല. അതുപോലെ ഗവൺമെന്റും ഇതിലുള്ള DGPയും അടക്കം അതിന്റെ മെറിറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഈ കേസ് കൃത്യമായി ഹൈക്കോടതി ഉത്തരവ് പറയുമ്പോൾ ആ വിധി വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള സാഹചര്യമാണ്. അപ്പോ
ഇവിടെ തുടരന്വേഷണം നടക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഏതായാലും ക്രൈംബ്രാഞ്ചിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കേരള പോലീസ് മന്ത്രിയായി തുടരുമ്പോൾ കേരള പോലീസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ പോരാ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ മന്ത്രിയായി തുടരുമ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിനെ ഹൈക്കോടതി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ 21ാമത്തെ പാരഗ്രാഫിൽ. ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ അതായത് ഈ ഒരു കേസിനകത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ട് അത് വാലിഡ് ആണോ, അതിന്മേൽ തുടരന്വേഷണം വേണോ എന്ന് തീരുമാനിക്കുന്നതിന് സത്യത്തിൽ ഈ പറയുന്ന അഫക്റ്റഡ് പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കേസിലെ ആരോപണ വിധേയൻ അദ്ദേഹത്തെ കേൾക്കേണ്ട കാര്യമുണ്ടോ? പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസിനെ കേട്ടാൽ പോരെ? പോലീസ് നിങ്ങൾ ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് പൂർത്തിയാക്കിയ അന്വേഷണം നിങ്ങൾ അവസാനത്തെ റിപ്പോർട്ട് തരൂ എന്ന് പറയാൻ എന്തിനാണ് സത്യത്തിൽ ലീഗലി ആരോപണ വിധേയനെ കേൾക്കേണ്ട കാര്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇപ്പൊ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് വരികയാണ്, ഇന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അത് 156(3) അനുസരിച്ച് പോലീസിനെ റഫർ ചെയ്യുമ്പോൾ പ്രതിയെ കേൾക്കേണ്ടതില്ല. കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ട് അന്വേഷണം നടത്താൻ പറയാം. പക്ഷേ ഒരു അന്വേഷണം പൂർത്തീകരിച്ച് ഇതിൽ പ്രമേയദൃഷ്ട കേസ് ഇല്ല എന്ന് കണ്ടെത്തി ഒരു റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ. ആ റഫർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ഹൈക്കോടതി പരിഗണിച്ച് ആ റഫർ റിപ്പോർട്ട് റദ്ദാക്കുകയോ അതിൽ ഇടപെടുകയോ ചെയ്യുമ്പോൾ, അങ്ങനെ ഇടപെടുമ്പോൾ അത് ആരെയാണോ ബാധിക്കുന്നത്, ആർക്ക് അനുകൂലമായിട്ടുള്ള വിധിന്യായമാണോ ഇല്ലാതാകുന്നത്, അതിൽ ഹിയർ ദി അതർ സൈഡ് എന്നുള്ളത് സാമാന്യമായിട്ടുള്ള നീതിയാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇവിടെ എക്സലോജി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബം മകളുമായി ബന്ധപ്പെട്ട് ശ്രീ മാത്യു കുഴൽനാടൻ 2 കേസ് കൊടുത്തു. ഒന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും. ആ കേസുകൾ തള്ളി. അതിനെതിരെ ഹൈക്കോടതിയിൽ RP വന്നു. ഹൈക്കോടതി എന്താ ചെയ്തത്? ആ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ആ കേസിലെ എതിർകക്ഷികളായ മുഖ്യമന്ത്രി ഉൾപ്പെടെ, അതുപോലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ആ കേസിൽ പരാമർശിക്കപ്പെട്ട മുഴുവൻ ആളുകൾക്ക് നോട്ടീസ് കൊടുത്തു. കാരണം കോടതി ഇടപെടണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചില്ല. പക്ഷെ ഇടപെടേണ്ടി വന്നാൽ അവരെ കൂടി കേൾക്കണം എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള നീതി. അതിൽ ഒരു കേസിൽ, നേരത്തെ വന്ന ഒരു കേസിൽ പെറ്റീഷണർ തന്നെ മരിച്ചുപോയി. എന്നിട്ടോ ഒരു സുവോമോട്ടോ ഒരാളെ ചുമതലപ്പെടുത്തി അവരോട് പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞ് എതിർകക്ഷികൾക്ക് നോട്ടീസ് കൊടുത്ത സാഹചര്യവും കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്താണ്. അതുകൊണ്ട് ഇതിൽ പ്രതികൾക്ക് നോട്ടീസ് കൊടുക്കേണ്ടതായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കും എന്ന് 1-2 പാരഗ്രാഫിൽ വിശദമായി ഹൈക്കോടതി കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയാൽ പിന്നെന്തിനാ ഇൻവെസ്റ്റിഗേഷൻ? കോടതി ഓൾറെഡി കണ്ടെത്തിയില്ലേ? ഇന്ന കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏതായിക്കോട്ടെ അന്വേഷിച്ച് കൺസേൺ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിൽ നീതിപൂർവമായിട്ടുള്ള വിചാരണ നടക്കാം. അങ്ങനെ സത്യം കണ്ടെത്താം. മറിച്ച് ഹൈക്കോടതി പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി ഇന്നതൊക്കെ നിലനിൽക്കും എന്ന് പറഞ്ഞ് എതിർഭാഗം പോലും കേൾക്കാതെ ആ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോട് അന്വേഷിക്കാൻ പറയുമ്പോൾ അതിൽ ഏറ്റവും അപ്പീലബിൾ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞത്, ഇത് എന്നെ കേട്ടിട്ടില്ല, ഞാൻ ഈ കേസിൽ അപ്പീൽ പോകും, എനിക്ക് ഈ ജഡ്ജ്മെന്റിൽ ഒരു വിരുദ്ധ അഭിപ്രായമുണ്ടെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് യുക്തമായിട്ടുള്ള തീരുമാനമെടുക്കും. നേരത്തെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കും, രാഷ്ട്രീയമായിട്ടുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിച്ച നിലപാടാണ് എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ട് കോടതി വിധി അനുസരിക്കും, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കും. ഹിയർ ദി അതർ സൈഡ് ഞങ്ങൾ ഉറപ്പുവരുത്തും. റൈറ്റ് ടു ഡിഫെൻഡ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് പ്രതികൾക്ക്. അത് ഇതിൽ മന്ത്രിയാണ് പ്രതി, അതുകൂടി ഞങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുക. അല്ല, ഇതിനകത്ത് അരുൺ, അപ്പോൾ എന്താണ് ഈ കോടതി വിധി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ തുടരന്വേഷണത്തെ അംഗീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം പൂർണ്ണമായിട്ടില്ല എന്ന വാദത്തെ തിയറി അംഗീകരിക്കേണ്ടി വരും. അതല്ല, കോടതി വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇതിന് ഞങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല, ഇത് പൂർണ്ണമായും നീതിയുക്തമല്ല, ഞങ്ങളുടെ ഭാഗം കൂടി കേൾക്കുന്നത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന വിധിയെ മാത്രമേ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പരിഗണിക്കാൻ കഴിയൂ എന്ന് പറയുകയാണോ? അതായത് ഈ കോടതി വിധി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്ന്, മജിസ്ട്രേറ്റ് കോടതി റഫർ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുത്തോ ഇല്ലയോ എന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയിരിക്കുന്ന ഒരു രേഖകളിലുമില്ല. ഇതിലെ അഭിഭാഷകൻ ഒരു അഡ്വക്കേറ്റ് ബൈജു ആണ് ഈ കേസ് കൊടുത്തത്. അദ്ദേഹം 10 രേഖ ഹൈക്കോടതിയിൽ ഹാജരാക്കി. ആ രേഖയിൽ റഫർ റിപ്പോർട്ടിന്മേൽ തിരുവല്ല മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തിട്ടുണ്ടോ, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, റിജക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതില്ല. ഹൈക്കോടതിക്ക് തന്നെ സുവമോട്ടോ വിളിച്ചു വരുത്താം മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ടും ഇതിന്റെ തീരുമാനത്തിന്റെ കോപ്പിയും. അങ്ങനെ ഹൈക്കോടതി വിളിച്ചു വരുത്തിയിട്ടില്ല. എതിർപക്ഷം എന്നുള്ളൊരു രൂപത്തിൽ മന്ത്രി സജി ചെറിയാന് നോട്ടീസ് കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിന്റെ വാദം കേട്ടിട്ടില്ല. അതുപോലെ തന്നെ പ്രഥമ ദൃഷ്ട്യാ കേസ് നിൽക്കുമെന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ ഫൈൻഡിങ് എത്തി, ഇത് ഇന്ന കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദെൻ ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എല്ലാം ഹൈക്കോടതിയുടെ വിധിക്ക് ബാധകമാണല്ലോ. ഹൈക്കോടതി തന്നെ ഇന്ന ഒരു ഫൈൻഡിങ് എത്തിയിട്ട് പിന്നെ അന്വേഷിക്കാൻ പറയുന്നതിൽ ഒരു യുക്തിപരമായിട്ടുള്ള പ്രശ്നമുണ്ട്, ധാർമ്മികമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ
ഈ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് അപ്പീലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ അപ്പീൽ പോകുമെന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രിയാണ് അത് ചെയ്യേണ്ടത്, അദ്ദേഹം അത് ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാ ഘട്ടത്തിലും ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മറ്റു വിഷയങ്ങളിലും രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം എന്ന രൂപത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഈ വിധിന്യായങ്ങളെല്ലാം മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലുള്ള റഫർ റിപ്പോർട്ട്, അതിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നം, ഹൈക്കോടതി ഞങ്ങളെ കേൾക്കാതെ എടുത്ത തീരുമാനം, ഇതെല്ലാം പരിശോധിച്ച് യുക്തിപരമായിട്ടുള്ള തീരുമാനം, ഏറ്റവും നിയമപരമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, കെ പി നൗഷാദ് അലി, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇതിനകത്ത് ഈ നിയമപരമായ കടമകൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് എന്ന CPIM-ന്റെ വാദം. രണ്ടാമത്തേത്, ഇതിൽ നിയമസഭയ്ക്കകത്ത് തന്നെ തൻ്റെ തിരുത്ത് സജി ചെറിയാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് വേണമെങ്കിൽ വിശാലാർത്ഥം എടുക്കാവുന്ന ഒന്നാണ്. ഭരണഘടന വിമർശനാതീതമായിട്ടുള്ള ഒരു സംഗതിയല്ല. ഭരണഘടനയെ വിമർശിക്കുന്നവരുടെ പട്ടിക എടുത്താൽ അംബേദ്കറിൽ നിന്ന് തുടങ്ങും എന്ന് കാണാം. അത് പൂർണ്ണാർത്ഥത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടി ഉള്ള ഒരു ശബ്ദമാവുന്നില്ല എന്ന വിമർശനമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ആ വിമർശനത്തിൻ്റെ സ്വഭാവം ഒന്ന് മാറിപ്പോയി, അതിന് ഉപയോഗിച്ച സ്വരവും ശബ്ദവും വാക്കുകളും മാറിപ്പോയി എന്ന് ഒഴിച്ചു നിർത്തിയാൽ അതൊരു മഹാപാതകമായി കണക്കാക്കരുത് എന്നാണ് അഭിഭാഷകൻ കൂടിയായ ശ്രീ ദീപക് പ്രകാശ് അല്പം മുമ്പ് അഭിപ്രായപ്പെടുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞു പോയ വാക്കുകളിലെ പിഴവാണെങ്കിൽ അതിനൊരു മാപ്പും ശ്രീ സജി ചെറിയാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു തവണ അദ്ദേഹം രാജിവെച്ച് മടങ്ങി വരികയും ചെയ്തു. ഇനിയും അത് വലുതാക്കുന്നതിൽ യുക്തി പ്രശ്നമുണ്ടോ, അതോ ഇതിനെല്ലാം അപ്പുറത്ത് വേറെ ഫാക്ടേഴ്സ് ഉണ്ടോ? നിഷാദ, ഇവിടെ ഈ വിഷയം നമുക്ക് ഒരു 1940-കൾ മുതൽ ഒരു അരനൂറ്റാണ്ട് കാലത്തേക്ക് നീണ്ടു നിന്നൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ വിഷയം വീണ്ടും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന കാലത്തും അതിന് ശേഷവുമൊക്കെ ഈ സംഘ് പരിവാർ ഇവിടെ മനുസ്മൃതി ഭരണഘടനയാക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തി. ഇവരും ഭരണഘടനയെ അങ്ങ് അശേഷം വിമർശിച്ചവരുമാണ്. 1966 ഇറങ്ങിയ ബഞ്ച് ഓഫ് തോട്ട്സിൽ അത് വളരെ കൃത്യമായിട്ട് ഗോൾവൾക്കർ വിശദീകരിച്ചിട്ടുണ്ട്. സമാന നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും. അവർ ഈ ഭരണഘടന അതൊരു ബൂർഷ്വാസികളുടെയും ഭൂപ്രഭുക്കളുടെയും ഒന്നാണ് എന്ന് വിലയിരുത്തിയവരും അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് കൽക്കട്ട തീസീസ്, ഭരണഘടനയുടെ 46-50 കാലഘട്ടത്തിനിടയിൽ കൽക്കട്ട തീസീസ് പാസ്സാക്കി സായുധ സമരത്തിന് ഒരുങ്ങിയവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ചിന്താസരണികൾ ഇന്ത്യൻ ദേശീയതയ്ക്ക് നേരെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന മതേതര ധാരയ്ക്ക് നേരെ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭൂതകാലം നമുക്ക് വീണ്ടും ചർച്ചയ്ക്കെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് ഈ വിഷയം വഴിമാറുകയാണ്. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, CPM എന്ന പാർട്ടി ഇപ്പോഴും ആ പഴയ ധാരണകളുടെയും ചിന്തകളുടെയൊക്കെ ആ ഭൂതകാല മാറാപ്പുമായി പേറി നടക്കുകയാണ് എന്നുള്ളത് കൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ സജി ചെറിയാൻ അങ്ങനെ ഈ കുന്തവും കുടച്ചക്രമൊക്കെ നിങ്ങൾ മാറ്റിവെക്കും, അദ്ദേഹത്തിൻ്റെ ഓണാട്ടുകര ഭാഷയോ അല്ലെങ്കിൽ വഞ്ചിനാട് ഭാഷയോ എന്തോ ആവട്ടെ, ഇവിടെ ഇന്ത്യൻ ഭരണഘടന എന്നത് ആളുകൾക്ക് കൊള്ളയടിച്ച് കൊണ്ടുപോകാനുള്ളതും നമ്മളെ കൊള്ളയടിക്കാനൊക്കെ ഉള്ളതുമായ ഒന്നാണ് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM-ൻ്റെ നിലപാടിന് നേരെയാണ് അത് വലിയ ചോദ്യശരങ്ങൾ ഉയർത്തുന്നത്. CPM എന്ന പാർട്ടി ഇപ്പോഴും സംഘ് പരിവാറിനോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായ നിലപാട് അവർക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവർ സജി ചെറിയാനെ മാറ്റണം. സംഘ് പരിവാറിനെതിരായ നിലപാട് അവർക്കുണ്ടെങ്കിൽ അവർ സജി ചെറിയാനെ മാറ്റണം. അല്ലാത്ത പക്ഷം വളരെ കൃത്യമാണ് എന്താണ് ഭരണഘടനയെപ്പറ്റി സംഘ് പരിവാർ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് അന്നത്തെ പോലെ ഇന്നും CPM എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹം ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളാണ്. ആ ഭരണഘടനയാണ് ഇദ്ദേഹം പരസ്യമായിട്ട് തള്ളിപ്പറയുന്നത്. മൂന്നാമതായിട്ട് ഇവിടെ ഒരു പോലീസ് അന്വേഷിച്ച് ഇദ്ദേഹത്തിന് അനുകൂല റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതി കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞു. എത്രമാത്രം വങ്കത്വം നിറഞ്ഞ ഒന്നാണ് അത് എന്നുള്ളത് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണമാണ് പറയുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മന്ത്രി അധികാരത്തിൽ തുടരുക? CPM മുൻകാലങ്ങളിലൊക്കെ എടുത്ത നിലപാടും ഇതും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ക്രൈംബ്രാഞ്ച് അന്വേഷണം നിഷ്പക്ഷമാകണമെങ്കിൽ അധികാര സ്ഥാനത്ത് നിന്ന് മന്ത്രി പുറത്തു പോകണം. അല്ലെങ്കിൽ മുമ്പ് പോലീസ് എങ്ങനെ അന്വേഷിച്ച് ഒന്ന് പടച്ചുണ്ടാക്കി ഇപ്പോൾ ഹൈക്കോടതിയുടെ വിമർശന വിധേയമായ ഒരു സാധനം എങ്ങനെ ഉണ്ടായോ അതിൻ്റെ ഒരു തനിയാവർത്തനം തന്നെ ആയിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലും എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ട്
ഇവിടെ സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ വഴി. CPM മുൻകാലങ്ങളിലൊക്കെ കെ കരുണാകരൻ തൊട്ട് MP ഗംഗാധരൻ മുതൽ KP വിശ്വനാഥൻ മുതൽ ഒരുപാട് ആളുകളുടെ രാജി ആവശ്യപ്പെട്ട് അതൊക്കെ സാധിച്ചെടുത്തിട്ടുണ്ട്. അന്നൊക്കെ അതർ സൈഡ് ഹിയർ ചെയ്യണം എന്നൊരു വാദവുമായിട്ട് അതിന് കാത്തു നിൽക്കാൻ ഇവർ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? ആ വിഷയങ്ങളൊക്കെ എത്രമാത്രം ഇതുമായി താരതമ്യപ്പെടുത്തിയാൽ ഗൗരവം കുറഞ്ഞ ഒന്നാണ്. വ്യക്തിഗതമായി മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു സാങ്കേതികമായി മാത്രം റെലവൻസ് ഉള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇവർ പഴയ കാലങ്ങളിൽ രാജി ആവശ്യപ്പെട്ട ആളുകളെ കൊണ്ട് രാജിവെപ്പിച്ചത്. അവരാണ് ഇന്ന് അവരുടെ പ്രത്യയശാസ്ത്രപരമായ അവരുടെ സത്യസന്ധതയ്ക്കും അവരുടെ നിലപാടിനും നേരെ വരുന്ന വലിയൊരു ചോദ്യം ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവിടെ ഈ മന്ത്രിയെ വെള്ളപൂശുമ്പോൾ യാതൊരു തർക്കവും വേണ്ട. സംഘപരിവാറിനും അവർക്കും ഒക്കെ ഭരണഘടനയോടും ജനാധിപത്യത്തോടും മതേതരത്വത്തോടൊക്കെയുള്ള സമീപനവും അവർ അതിനെ അഭിസംബോധന ചെയ്യുന്ന രീതിയൊക്കെ പഴയതുപോലെ ഇന്നും സമാനമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇതിനകത്ത് പക്ഷേ KP നൗഷാദ് അലി, ഈ ഭരണഘടനാ വിമർശനത്തിന്റെ തോത് കൂടിയാലും കുറഞ്ഞാലും ഭരണഘടനയെ വിമർശിക്കുക എന്നത് ഞങ്ങളുടെ ലൈനല്ല എന്ന് CPM നിലപാട് സ്വീകരിക്കുന്നുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നത്, അദ്ദേഹത്തിന് തിരുത്തു പറയേണ്ടി വന്നതൊക്കെ. അതുകൊണ്ട് CPM ആകെ തന്നെയും ഈ ഭരണഘടനാ വിമർശനത്തിന്റെ ഒരു പ്രതിനിധാനം ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എത്ര ശരിയുണ്ടാവും? അല്ല, ഇവിടെ CPM അദ്ദേഹത്തെ പുറത്ത് നിർത്തി എന്നിട്ട് തിരിച്ചെടുക്കാൻ എന്താണോ CPMന് കാരണഹേതുവായത് അത് പൊള്ളയായ ഒന്നാണ് എന്ന് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. പോലീസിൻ്റെ റിപ്പോർട്ടിനെ കോടതി നിശേഷം വിമർശിച്ചിരിക്കുന്നു. ഒരു തരത്തിലുള്ള സാക്ഷിമൊഴികളിലേക്കും പോകാതെ CPMകാരായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിരുന്ന ആളുകളുടെ മൊഴി വച്ച് ക്ലോസ് ചെയ്ത ഒരു കുറ്റപത്രം എന്നത് എത്രമാത്രം വങ്കത്ത് നിറഞ്ഞ ഒന്നാണ് എന്നുള്ളത് ഇന്ന് കോടതി അനാവൃതമാക്കിയിരിക്കുകയാണ്. അവിടെ എന്ത് കാരണം വെച്ചാണോ അദ്ദേഹത്തെ തിരിച്ചെടുത്തത് അതിവിടെ ജനങ്ങളുടെ മധ്യേ അസാധുവാവുകയാണ്. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻ നിലപാടിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരിപ്പോൾ ചെയ്യേണ്ടത് അദ്ദേഹത്തെ പുറത്തു നിർത്തുകയാണ്. അല്ലാത്ത പക്ഷം ഇവരൊക്കെ കേവലം അഭ്യാസ പ്രകടനങ്ങളിലൂടെ കാലക്ഷേപം നടത്തുകയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്ന തരത്തിലുള്ള ഒന്നായിട്ട് ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും. തീർച്ചയായിട്ടും ഇവിടെ CPMൻ്റെ ആശയ ആദർശ ശുദ്ധിക്ക് നേരെയുള്ള വലിയ ചോദ്യചിഹ്നമാണ് ഇവിടെ ഉയർന്നിട്ടുള്ളത്. ഇനി ഏറ്റവും ചുരുങ്ങിയൊരു കാര്യം പറയട്ടെ, ഈ CPMന് എന്തെങ്കിലും തരത്തിൽ അനുകൂലമായ നിലപാടുണ്ടാവുമെങ്കിൽ അവർ പറയണം. കാരണം മന്ത്രി പദവിയിൽ തുടരുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. എങ്ങനെ ഈ അന്വേഷണം സത്യസന്ധമാവും? ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് എത്രമാത്രം സത്യസന്ധമായിട്ട് അത് അന്വേഷിക്കാൻ കഴിയും, റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും? ഇതൊക്കെ ഈ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളല്ലേ? കേരളത്തിന് ഇത് ദഹിക്കുമോ? ഇവരെ മന്ത്രി പദവിയിൽ തുടരുക, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക, നിലവിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിന് സമാനമായ മറ്റൊന്ന് പടച്ചു വിടുക എന്നതിനപ്പുറത്ത് വേറെ വല്ല അത്ഭുതവും ആരെങ്കിലും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു വശമെങ്കിലും പരിഗണിക്കാതെ തങ്ങളുടെ മുൻ നിലപാടുകളൊക്കെ റദ്ദ് ചെയ്തു പോകുന്ന CPMനെ ജനം വളരെ കൃത്യമായിട്ട് വിലയിരുത്തും. അവരുടെ ഭരണഘടനയോടുള്ള സമീപനം വിലയിരുത്തും. ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഭരണഘടന എന്നത് വലിയൊരു ആയുധമാകുന്ന മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ചേരിയിൽ നിന്ന് CPM താനെ നിഷ്ക്രമിക്കുന്ന ഒരു കാഴ്ച കൂടി ഇതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് കേരളം കാത്തിരിക്കുകയാണ്. എന്തു ചെയ്താലും അത് വളരെ കൃത്യമായ ചില രാഷ്ട്രീയ നിഗമനങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളത് കൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാൻ. K. അരുൺകുമാർ, എന്താണ് ഈ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഭരണഘടനാ വിമർശനം എന്ന സംഗതി ഉണ്ടല്ലോ? EMS പോലും ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള ലെഫ്റ്റിസ്റ്റ് പോരാട്ടം നമുക്ക് ആവശ്യമുള്ളത് എന്ന നിലപാട് സ്വീകരിക്കുകയും ഭരണഘടനയ്ക്ക് പുറത്തു പോകുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്ന നില പറഞ്ഞിട്ടുള്ള ആളാണ്. ഈ ഭരണഘടനയെ ഈ നിലയ്ക്ക് നിശിതമായി വിമർശിക്കുന്നതിനെ കുറിച്ചുള്ള CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ ടേക്ക് എന്താണ്? മറ്റേത് നിയമപരമാണ്. താങ്കൾ അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് താങ്കൾ കുറച്ചൊരു വിശദമായി അത് പറഞ്ഞു. അതിനകത്ത് ഇനിയും പലതരത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് ഇദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിൽക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ടേക്ക് എന്താണ്? അല്ല, എല്ലാ ഘട്ടത്തിലും ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. ഇപ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന ലോകരാജ്യങ്ങളുടെ പല ഭരണഘടനയിൽ നിന്നുടെയും ഒരു ഉള്ളടക്കം ഉൾക്കൊണ്ടതാണ് എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള വിമർശനമില്ല. കാരണം 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ തന്നെ ആമുഖവും എല്ലാം അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ നമ്മളുടെ പാർലമെന്ററി ജനാധിപത്യ രീതിയെല്ലാം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ അമെൻമെന്റുകളെല്ലാം
ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയുടെ ഭാഗമാണ്. സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും എല്ലാം ഫ്രാൻസിലെ ഭരണഘടനയിൽ നിന്നാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ്. ലോകത്തുള്ള പല ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയുടെ ഉള്ളടക്കത്തിൽ ഏറ്റവും കാതലായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പിയെടുത്ത് അത് ഇന്ത്യൻ പരിസ്ഥിതിയിൽ കൂട്ടിയോജിപ്പിച്ച് ഭരണഘടനാ അസംബ്ലി മികച്ച ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചത്. പിന്നെ ആ ഭരണഘടനയെ വിമർശിക്കാൻ പാടില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഡോക്ടർ അംബേദ്കർ തന്നെ ഈ ഭരണഘടന ആദ്യം കത്തിക്കുന്നയാൾ, ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഏറ്റവും ആദ്യം കത്തിക്കുന്ന ആൾ ഞാനാണെന്ന് ഭരണഘടനാ അസംബ്ലിയിൽ ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിരവധി ഘട്ടങ്ങളുണ്ട്. ഇതിൽ ഞങ്ങൾ എപ്പോഴും രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന, ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു കോടതിയും പറയാതെ, ഒരു കോടതിയുടെ നിർദ്ദേശമില്ലാതെ തന്നെ സജി ചെറിയാൻ രാജിവെച്ച അന്വേഷണത്തെ നേരിട്ടത്. ആ റഫർ റിപ്പോർട്ട് വന്നു, അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്തുള്ള പോലീസ് റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം വീണ്ടും മന്ത്രിയായിട്ട് വന്നു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെ ഇദ്ദേഹത്തിന്റെ MLA സ്ഥാനം ചലഞ്ച് ചെയ്ത കേസ് പരിഗണിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളെ എക്സോണറേറ്റ് ചെയ്ത് ഒരു നിയമവും അദ്ദേഹം MLA ആയി തുടരുന്നതിൽ തടയാൻ ഈ രാജ്യത്തില്ല എന്ന് കണ്ടെത്തിയിട്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഞാൻ വേണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പാരഗ്രാഫ് കോട്ട് ചെയ്യാം. ഇന്നത്തെ വിധിയിൽ തന്നെ ഇപ്പൊ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ അതിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ 22-ാം പേജിലെ സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ് ഞാൻ വായിക്കാം. However, this court has already found that a further investigation is required, and since the accused is a minister of the state, the investigation by the station house officer will not suffice and a superior agency is required. The further investigation hence ought to be conducted by the state crime branch. അതായത് ഈ കേസിലെ പ്രതി ഒരു മിനിസ്റ്ററായി ഇരിക്കുന്നു എന്നതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, ലോക്കൽ പോലീസ് വേണ്ട. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം കൊടുക്കുന്നു. അതായത് മിനിസ്റ്ററായി ഇതിന്റെ പ്രതി ഇരുന്നാലും ക്രൈംബ്രാഞ്ച് എഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണെന്ന് ഹൈക്കോടതി നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഈ ജഡ്ജ്മെന്റിലുള്ളത്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ വന്നോട്ടെ, അന്വേഷണവുമായിട്ട് സഹകരിക്കും. ഇത് അപ്പീലബിൾ ആണ് ഈ ഓർഡർ. ഞാൻ അതിന്റെ കാരണങ്ങൾ പറഞ്ഞു, അപ്പീൽ കൊടുക്കും. ഏജൻസി അന്വേഷിക്കുമ്പോൾ മന്ത്രി തലപ്പത്തിരിക്കുന്നത് നല്ലതല്ല എന്ന പരാമർശം സാധാരണ നിലയ്ക്ക് കോടതി നടത്തില്ല. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്നത് അരുൺകുമാർ ഇതാണ്, അതായത് അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്ത് താങ്കൾ പറഞ്ഞു നിങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നല്ലോ. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. സജി ചെറിയാൻ CPIM-ന്റെ ഒരു പ്രധാന നേതാവായി ഇരുന്നു കൊണ്ട് ഈ ഭരണഘടനയെക്കുറിച്ച് തെറ്റായ മതിപ്പ് അല്ലെങ്കിൽ തെറ്റായ ധാരണ പാർട്ടി കോമ്രേഡ്സിനിടയ്ക്ക് ഉണ്ടാക്കും വിധത്തിലുള്ള ഭരണഘടനാ ക്ലാസ് എടുത്തതിനെ കുറിച്ചുള്ള നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്നാണ് എൻ്റെ ചോദ്യം. ബാക്കി അദ്ദേഹത്തിന് നിയമപരമായ പല പഴുതുകളുണ്ടാവും. ഇത് വലിയ ഗുരുതരമായ ഒരു സംഗതിയാണെന്നും പറയാൻ കഴിയുന്നതല്ല. അല്ല, ഞങ്ങളത് ആ പല ഘട്ടത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, അന്ന് തന്നെ അദ്ദേഹം മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് മാറ്റി നിർത്താനായിട്ടുള്ള സാഹചര്യവും നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു വാചകം ഞാൻ കോട്ട് ചെയ്യാം. ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ആദ്യാവസാനം ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശക്തമായി ഞാൻ അവതരിപ്പിക്കുമ്പോൾ എൻ്റെതായ ഒരു ശൈലിയിൽ അവതരിപ്പിച്ചു. ഏതെങ്കിലും രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പ്രചരണം ലഭിക്കാനും ഇടവന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടനയോട് കൂറും വിധേയത്വമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അതിൽ ഞാൻ അതിയായ ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കുന്നു എന്ന കാര്യം കൂടി ഈ സഭയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ആ നാട്ടിലെ ശൈലിയിൽ ചില വാക്കുകൾ, കുന്തം കുടച്ചക്രം, അതൊക്കെ ആവർത്തിച്ച് വന്നു. ഇതൊന്നും നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളായിരുന്നില്ല. അത് ഒരു നാട്ടു ശൈലിയിൽ വന്നു. അത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന നിയമസഭയ്ക്കകത്തും എനിക്ക് വേദനയുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കെങ്കിലും വേദന ഉണ്ടോ? അദ്ദേഹത്തിന് വേദന ഉണ്ടോ എന്നുള്ളതല്ലേ മൗലികമായ ചോദ്യം. താൻ പറഞ്ഞത് പിഴവായിപ്പോയി, ഭരണഘടനയെക്കുറിച്ച് ഞാൻ അത്തരത്തിലുള്ള വാചകം പറയാൻ പാടില്ലായിരുന്നു, എൻ്റെ ബോധ്യം തെറ്റാണ് എന്ന് പറയുക. അല്ലാതെ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞാൽ മറ്റാർക്കാണ് വേദന? ഭരണഘടന വേറെ ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന സംഗതിയാണോ? അല്ല. വേറെ ആരുടെയെങ്കിലും മതം പോലെയുള്ള വികാരത്തിന് നമ്മുടെ എല്ലാവരുടെയും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തം പാർട്ടി നിലപാടിന് അപ്പുറം പോയി വർത്തമാനം പറഞ്ഞോ, സ്വന്തം വ്യക്തിപരമായ ധാർമ്മികതയ്ക്കപ്പുറം പോയി വർത്തമാനം പറഞ്ഞോ? അതിൽ അദ്ദേഹത്തിൻ്റെ തിരുത്തുവാചകം ഏതാണ് എന്ന് വായിക്കാമോ? അല്ല, ഇതിൽ കൃത്യം വ്യക്തമാണ്. അതായത് ഏതെങ്കിലും ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പ്രചാരണം ലഭിക്കാനും ഇടവന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടനയോട് കൂറും വിധേയത്വമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നാട്ടുശൈലിയിൽ പറഞ്ഞ ചില വാചകങ്ങൾ, ആ വാചകങ്ങൾ അദ്ദേഹം അത് പ്രചരിപ്പിക്കുന്ന രൂപത്തിലല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം കൃത്യമായി
ഏറ്റവും ജനാധിപത്യം അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് മുന്നോട്ട് വെച്ചത്. ആ വിമർശനത്തെ ഭൂരിഭാഗം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങളിൽ നമ്മൾ വിമർശനങ്ങൾ വെക്കാറുണ്ട്. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. എല്ലാവർക്കും ഇവിടെ തുല്യ നീതിയാണോ കിട്ടുന്നത്? നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരേപോലെ തുല്യ പരിഗണനയാണോ കിട്ടുന്നത്? നമ്മൾ സെക്ഷൻ കോട്ട് ചെയ്ത് ആർട്ടിക്കിൾ കോട്ട് ചെയ്ത് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പൊ ആർട്ടിക്കിൾ 28 മുതൽ 30 വരെ ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് മതത്തെയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, ഏത് മതത്തിലുള്ള വിശ്വാസത്തെയും നമുക്ക് പ്രചരിപ്പിക്കാം. അതാണോ ഈ രാജ്യത്ത് നടക്കുന്നത്? ഇപ്പൊ ഏക സിവിൽ കോഡ് വരെ വരുമ്പോ പല രൂപത്തിൽ അത്തരത്തിലുള്ള മതസ്വാതന്ത്ര്യത്തെ അങ്ങ് ചുരുക്കുന്ന സാഹചര്യമില്ലേ? അത്തരത്തിലുള്ള നിരവധി വിമർശനങ്ങൾ നമ്മൾ ആരോഗ്യകരമായിട്ട് ഉദ്ദേശിക്കാറുണ്ട്, പറയാറുണ്ട്. അത് പ്രചരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ മറ്റു രൂപത്തിലാവും. അതുകൊണ്ട് നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം നിയമസഭയ്ക്ക് അകത്തും പുറത്തുമുണ്ട്. അതുകൊണ്ട് CPM ഇതിലെടുക്കുക ഭരണഘടനയെ സംരക്ഷിക്കുന്ന ശരിയായ നിലപാടായിരിക്കും. എല്ലാ ഘട്ടത്തിലും ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താനും ആക്രമിക്കാനും നിന്നവരെ അവർക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയ പാർട്ടിയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ജഡ്ജ്മെന്റ് എല്ലാം വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അത് പഠിക്കും, പരിശോധിക്കും, യുക്തമായ തീരുമാനം തുടക്കത്തിൽ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് പറഞ്ഞത് കേൾക്കൂ. അദ്ദേഹം സുപ്രീം കോടതി അഭിഭാഷകനാണ്. അദ്ദേഹം ഇത് ഇത്ര വലുതാക്കേണ്ടതുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നു. ഇനി പറഞ്ഞു പോയതിൽ പിഴവുണ്ടെങ്കിൽ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് മാപ്പ് പറയുന്നു. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളെ ഡിസോൺ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഡിസോൺ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരുന്നു. ഇത് ഞങ്ങളുടെ നയമല്ല എന്ന് CPIM നിലപാട് സ്വീകരിക്കുന്നു. ഇതിന് ശേഷവും ആ പഴയ വാക്കുകൾക്കകത്തെ ചില സംഗതികളെ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടണമെന്ന് തീരുമാനിക്കുന്നതിനകത്ത് കേവലമായ രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ അതിനപ്പുറത്ത് വല്ലതുണ്ടോ? അല്ല, ചിലപ്പോൾ ഹൈക്കോടതിക്ക് കേവലമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണോ നിഷാദ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾക്ക് ഇതിനകത്തൊരു കേവലമായ രാഷ്ട്രീയ ലക്ഷ്യമില്ല. കാരണം ഇവിടെ ഈ മന്ത്രി രാജിവെച്ചിട്ട് തിരിച്ച് മന്ത്രിയായി കടന്നു വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയ പോലീസ് റിപ്പോർട്ടും മജിസ്ട്രേറ്റ് കോടതിയുടെ ക്ലീൻ ചിറ്റും ഒക്കെയാണ് അവർ മുമ്പോട്ട് വെച്ചത്. അത് സമ്പൂർണ്ണമായിട്ട് ഇന്ന് കീറിപ്പറഞ്ഞു പോയിരിക്കുകയാണ്. പഴയ അവസ്ഥ ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുമ്പ് എന്ത് നിലപാടിൻ്റെ പേരിലാണോ CPM ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത് അത് വീണ്ടും പ്രസക്തമാവുകയാണ്. അതിന് പ്രസക്തിയില്ല. അതിൻ്റെ സാങ്കേതികത്വത്തിലൊക്കെ കടിച്ചു തൂങ്ങി പഠിക്കട്ടെ, റിട്ട് കൊടുക്കണം, അതിനകത്ത് പിന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകണം എന്നൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവരെ ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ എന്നുള്ളതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഞാനിനി ഈ കുന്തവും കുടച്ചക്കറൊക്കെ നിങ്ങൾ മാറ്റി. ഇദ്ദേഹം പറയുകയാണല്ലോ ഈ ഭരണഘടന രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ പാകത്തിലുണ്ടാക്കിയ ഒന്നാണ് എന്ന് വളരെ വ്യക്തമായിട്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ലീഡിംഗ് ലൈൻ. അതിന് താഴെയാണ് ഈ മതേതരത്വം ജനാധിപത്യമൊക്കെ എഴുതി വെച്ചു എന്ന് കരുതി അത് മികച്ചതാണെന്ന് നിങ്ങൾ ധരിക്കണ്ട എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മതേതരത്വം ജനാധിപത്യത്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞാണ് ഈ കുന്തവും കുടച്ചക്രവും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്താ എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ പേറുന്ന ഒരാളെ വച്ചു പൊറപ്പിക്കണോ വേണ്ടയോ, ഈ പറഞ്ഞ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾ മന്ത്രി പദവിയിൽ കടിച്ചു തൂകണോ വേണ്ടയോ എന്നൊക്കെ CPMൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങളാണ്. അതിലൊക്കെ തങ്ങൾ ചാമ്പ്യന്മാരാണ് എന്ന് മുമ്പ് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ച് തെളിയിക്കാൻ ശ്രമിച്ച ആളുകളാണ് അവർ. വീണ്ടും അദ്ദേഹത്തെ തിരിച്ചെടുത്ത സാഹചര്യം വീണ്ടും റദ്ദായിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്നുള്ളത് ജനങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തും. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന വാചകങ്ങളും നീക്കങ്ങളൊക്കെ പറയുന്ന ഒരാൾ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് പരസ്യമായിട്ട് പദവിയിൽ തുടരുന്നൊരു സാഹചര്യം ഉണ്ടാവുമ്പോൾ മറ്റിടങ്ങളിലൊക്കെ ആർക്കും എന്തുമാകാം എന്നുള്ളതിൻ്റെ വലിയൊരു പ്രീസിഡൻസാണ് ഇവിടെ രാജ്യത്ത് ഈ വിഷയം മുന്നോട്ട് വെക്കുന്നത്. അതിലെ വലിയ ഉത്തരവാദിത്തം CPM ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരും. കാരണം അവർ ഇന്ത്യ മുന്നണിയിലൊരു ഘടകകക്ഷി കൂടിയാണ്. ഇതൊരു ദേശീയ രാഷ്ട്രീയത്തിലും കൃത്യമായി പ്രതിഫലിക്കുന്ന, പലതരത്തിൽ കോട്ട് ചെയ്യാൻ ഇടയുള്ള, ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിന്ന് ഇവർക്കൊക്കെ പല ചെയ്തികൾക്കും മറയായി പറയാനുള്ളൊരു വിഷയമായിട്ട് ഇത് മാറുന്ന സാഹചര്യമുണ്ട്. അവിടെയൊക്കെ CPMൻ്റെ ഈ കേവലം കേരളത്തിലെ പിണറായി കോൺഗ്രസിൻ്റെ താല്പര്യം അതിൻ്റെയൊക്കെ മുകളിൽ അതിജയിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അഭികാമ്യമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ ദീപക് പ്രകാശ് ഇനിയിപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ തന്നെ ഇപ്പോൾ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിയമപരമായ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ഒഫൻസ് എന്ന നിലയ്ക്ക് ആ കേസിൻ്റെ ഒരു ഗൗരവം അതെന്തുമാത്രമാണ്, അതെന്തുമാത്രം നിയമപരമായ ഒരു പ്രശ്നമാണ് ഭരണഘടനയെ ഈ നിലയ്ക്ക് വിമർശിക്കുക എന്നത്? കൃത്യമായി തന്നെ പറയാം. കാരണം നമ്മൾ ഇതിൽ ഓർഡർ പാസ്സാക്കിയിട്ടുള്ള ജസ്റ്റിസ് ബെച്ചു കുര്യൻ വളരെ നല്ല രീതിയിൽ ക്രിമിനൽ കേസെല്ലാം നോക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അത് നല്ല അറിവുള്ള ആളാണ്. പക്ഷേ
വളരെ ഗുരുതരമായിട്ടൊരു പെശകത ഇതിന് പറ്റിയിട്ടുണ്ട് ഈ ജഡ്മെൻറ്റിൽ എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 2 ഓഫ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971 ആണ്. അതിൽ സെക്ഷൻ 2ലാണ് ഇൻസൾട്ട് ടു ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ വായിക്കുമ്പോൾ ശ്രീ അരുൺകുമാർ പറഞ്ഞതാണ്, കമൻസ് എക്സ്പ്രസിങ് ഡിസപ്രൊബേഷൻ ഓർ criticism of constitution or the Indian flag or any measures of government with view to obtain amendment in the Constitution of India or alteration of international flag by lawful means not constitutional offence. അതായത് ഇനി ഒരു വിമർശനമാണെങ്കിൽ കൂടി ശ്രീ നൗഷാദ് അലി പറഞ്ഞ പോലുള്ള ഒരു വിമർശനമാണെങ്കിൽ കൂടി അതൊരു ഒഫൻസായി നിലനിൽക്കില്ല എന്ന് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലൂടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭജൻലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന കേസിലെ വളരെ വ്യക്തമായ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു വിമർശനം നടത്തി എന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ടാൽ പോലും അതൊരു ഒഫൻസായി നിലനിൽക്കില്ല എന്ന് എക്സ്പ്ലനേഷൻ വളരെ വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കോടതിയുടെ ടൈമും വളരെ പോലീസ് പോലുള്ള അതോറിറ്റിയുടെ സമയവും മെനക്കെടുത്തുന്നത് മാത്രമാവൂ എന്നും ഒരു കാരണവശാലും ഒരു തരത്തിലും ഇത് ഒരു ഒഫൻസായി പരിഗണിച്ചുകൊണ്ട് ഒരു ശിക്ഷാവിധി വിധിക്കാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതയും ഈ കേസിലില്ല. പിന്നെ നമ്മളുടെ ഈ 19-ാം പേജിലെല്ലാം നമ്മൾ ജഡ്ജ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ CCTV ഇതാക്കണം, മറ്റ് പറഞ്ഞ ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, ഫൂട്ടേജ് പ്രസംഗിക്കണം, CD നോക്കണം, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പറഞ്ഞു വന്നാൽ കൂടി ഒരു ഭരണഘടനാ വിമർശനം മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഇത് ഈ സെക്ഷൻ്റെ പരിധിയിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് ഒരു ഒഫൻസായി മാറുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. രാഷ്ട്രീയമായിട്ട് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളാണെങ്കിൽ കൂടി എന്നെ ഒരു അഭിഭാഷകൻ നിലയ്ക്കാണ് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് നിയമം മാത്രമാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയം അവർ അഡ്വക്കേറ്റ് അരുൺകുമാറും നൗഷാദ് അലിയും അവർ പറഞ്ഞു കഴിയുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ വ്യക്തമായി ശ്രീ നിഷാദ് റാവുത്തർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്, ഒരു കാരണവശാലും ഇനി ഏതൊക്കെ ഏജൻസി അന്വേഷണം നടത്തിയാലും ഇതിൽ ഒരു തരത്തിലുള്ള ശിക്ഷയും ഇതിൽ പറഞ്ഞിട്ടുള്ള ശ്രീ സജി ചെറിയാൻ എന്ന ആൾക്ക് നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒഫൻസും ഇതെല്ലാം പരിപൂർണമായി കണ്ട് എല്ലാം പരിശോധിച്ചതിന് ശേഷവും അതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു കൺക്ലൂഷൻ. ദീപക് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് നിയമസാങ്കേതികത താങ്കൾ പറയുന്നു. മറ്റൊന്ന് ഇപ്പൊ ഇതിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാന വിമർശനങ്ങളിലൊന്ന് ഭരണഘടനയോട് നിർവ്യാജമായ കൂറും പ്രതിബദ്ധതയും കാണിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ ഭരണഘടന അബദ്ധമാണെന്ന് പ്രസംഗിക്കുന്നതിലെ ഒരു ധാർമ്മിക പ്രശ്നവും കൂടി ഇതിനകത്തുണ്ടോ? ധാർമ്മിക പ്രശ്നത്തിന് നമ്മളുടെ നിയമത്തിൽ ശിക്ഷയൊന്നുമില്ല. അത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആ പ്രസംഗം ഒന്നുകൂടി കേട്ടു നോക്കൂ. ഞാനത് ഇപ്പോൾ ഒരു പ്രാവശ്യം കേട്ടതാണ്. അത് അദ്ദേഹത്തിന് ഭരണഘടനയോടോ ബാക്കിയൊന്നും അദ്ദേഹത്തിന് ഒരു വിധേയക്കുറവുമില്ല, അതൊന്നും പറയുന്നുമില്ല. അദ്ദേഹം പറഞ്ഞ നമ്മളെ ഭരണഘടന ചില വിമർശനങ്ങൾ നടത്തി എന്നുള്ളത് വ്യക്തമായിട്ട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അവസാനമായി 1-2 വാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മളുടെ ഈ കേസിൽ ഇപ്പം നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന KP നൗഷാദ് അടക്കമുള്ള ആളുകൾ പോലും അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നിയമപ്രകാരം ഇതിൽ യാതൊരു കോൺസിക്വൻസും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ നിയമത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചോദ്യത്തിന് വീണ്ടും ഉത്തരമാണ്, ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു പരിമിതി ഇതിനുണ്ടോ എന്നുള്ളത് അത് പറയുന്ന ആൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ഇത്രയും നിൽക്കുന്ന ഒരു സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടതോ ഒരു വിചാരണ നേരിടേണ്ട കാര്യമില്ല. ഇത് ഈ പറഞ്ഞ ഉത്തരവ് പോലും സുപ്രീം കോടതിയിൽ വന്ന് ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആദ്യം പറഞ്ഞ സാഹചര്യത്തിൽ ഒരു സംശയത്തിൻ്റെ നിഴലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി അതിന് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് തീർന്നു. ഇപ്പോൾ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് റിപ്പോർട്ട് വന്നു. സാങ്കേതിക കാരണങ്ങളാൽ അത് റദ്ദ് ചെയ്തതുകൊണ്ട് അത് പഴയ ഭാഗത്തേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. നിയമപ്രകാരം ഇതിൽ ഒരു ഒഫൻസും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ഇതിൽ തുടർ നടപടികളുടെ കാര്യങ്ങളിലേക്കും ആവശ്യമില്ല. കാരണം ഈ സെക്ഷൻ്റെ പെർവ്യൂവിൽ വരുന്ന ഒരു ഒഫൻസും ഈ കാര്യങ്ങൾ അതേപോലെ പരിഗണിച്ചാൽ പോലും കാണുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള ഈ കേസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം.
ശരി, ഞാനൊന്ന് മടങ്ങി വരാം ഈ ചർച്ചയിലേക്ക് ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് വേഗം എന്നതാണ്. അതിനകത്ത് ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ പ്രസംഗം മാത്രമാണ് ഇതിലെ ഒരു ഒഫൻസായി എടുക്കാൻ കഴിയുന്ന ഒന്ന്. വേണമെങ്കിൽ പോലീസിനോ കോടതിക്കോ ഒക്കെ അതിനാവശ്യമായ വിവരങ്ങൾ അന്വേഷണത്തിനകത്തുണ്ട് താനും. അതിനകത്ത് മറ്റുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയില്ല, CCTV ഫൂട്ടേജസ് പരിഗണിച്ചില്ല പോലെയുള്ള കാര്യങ്ങൾ സത്യത്തിലൊരു എന്തിനാണ് എന്ന് സംശയമുണ്ടാക്കും വിധത്തിലുള്ള ഒന്നാണോ? ആ നിലയ്ക്കുള്ള ഒരു അയുക്തികതയും അസാധാരണത്വവും നിങ്ങൾ ഈ വിധിയിൽ കാണുന്നുണ്ടോ? യെസ്, ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നത് ഒരു മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയില്ലേ എന്നതാണ്. അങ്ങനെ നടത്താൻ കഴിയുമോ? നടത്തിയാൽ അതിൻ്റെതായിട്ടുള്ള ഒഫൻസ് ഇല്ലെന്ന്. അതും പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഭരണഘടനയിലുമുണ്ട്, ജനപ്രാതിനിധ്യ നിയമത്തിലുമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 191 ചാപ്റ്റർ 3 ബ്രീച്ച് ഓഫ് ഓത്ത് ഓഫ് ഓഫീസ് നടത്തിയാൽ പ്രത്യേകിച്ച് അതിന്റെ ഒരു കുറ്റമായിട്ട് പ്രതിപാദിച്ചിട്ടില്ല. അതുപോലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ, ജനപ്രാതിനിധ്യ നിയമത്തിൽ ഇത്തരത്തിൽ ഒരു സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയാൽ അത് അദ്ദേഹത്തിന്റെ സ്ഥാനം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നിയമവും ഈ രാജ്യത്ത് തന്നെ ഇല്ല എന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബെഞ്ച് ഈ സജി ചെറിയാന്റെ തന്നെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ മാസങ്ങൾക്ക് മുമ്പ് വിധി പറഞ്ഞത്. We could not locate any law under the said provision to attribute disqualification against the MLA by invoking the power conferred under Article 226 Constitution of India. അപ്പൊ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയാൽ അതൊരു ഒരു ധാർമ്മിക പ്രശ്നം എന്ന രൂപത്തിലല്ലാതെ നിയമപരമായിട്ടുള്ള ഒരു ഒഫൻസ് അല്ല എന്നതാണുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഹൈക്കോടതി ഈ ജഡ്ജ്മെന്റിന്റെ പ്രധാനപ്പെട്ട പാരഗ്രാഫ് 2 പാരഗ്രാഫിൽ ഇന്ന പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിൽക്കും എന്ന് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പാരഗ്രാഫ് 17, 18 എന്നിട്ട് പറയുന്നു ക്രൈംബ്രാഞ്ചിനോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയുന്നു. ഒരു ഇഷ്യൂ കോടതിയുടെ മുൻപിൽ വന്നാൽ ഹൈക്കോടതി തന്നെ ആൻസർ ചെയ്തിട്ട് അതിൽ പ്രഥമ ദൃഷ്ട്യാ കേസ് നിൽക്കും എന്ന് കണ്ടെത്തിയതിനു ശേഷം പിന്നെ അതിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി ഏറ്റവും ഉയർന്ന കോടതിയാണ്. ആ കോടതി കണ്ടെത്തിയ ഒരു കാര്യം തെറ്റാണെന്ന് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇനി പറയാൻ പറ്റുമോ? ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണം പൂർത്തീകരിച്ച് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിന് കൊടുക്കുന്നു. ആ മജിസ്ട്രേറ്റ് ഈ ഹൈക്കോടതിയുടെ കീഴിലാണ്, അണ്ടർ ഹൈക്കോർട്ടാണ്. ആ മജിസ്ട്രേറ്റിന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് പോലീസ് എന്ത് റിപ്പോർട്ട് കൊടുത്താലും ഒരു ഫൈൻഡിങ്ങിൽ എത്താൻ കഴിയുമോ? അപ്പൊ ഇതൊക്കെ വലിയ തരത്തിൽ പ്രിജുഡീസ് ടു ദി അക്യൂസ്ഡ് ആണ്. വലിയ തരത്തിൽ ഒരു ലാക്കുട വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഹൈക്കോടതിക്ക് നിങ്ങൾ കേരള പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഇന്ന ആളുകളെ ചോദ്യം ചെയ്യണം, ഇന്ന വസ്തുതകൾ പരിശോധിച്ചില്ല, അത് പരിശോധിക്കണം, ഇന്ന രൂപത്തിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ പോകണം, ആ ഫ്ലോറൻസിക് റിപ്പോർട്ട് വരട്ടെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പരിശോധനാ റിപ്പോർട്ട് കൂടി നിങ്ങൾ വേണ്ട വിധം പരിശോധിക്കണം, ഇൻ അക്കോർഡൻസ് വിത്ത് ലോ നിങ്ങൾ പരിഗണിക്കണം എന്ന് പറയാം. മറിച്ച് ഇതെല്ലാം നിലനിൽക്കും, ഇന്നതാണ് എന്ന് ഫൈൻഡിങ് വന്നതിന് ശേഷം ദെൻ ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് ഇത് അപ്പീലബിൾ ആണ്. കൃത്യമായി ഇത് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ പോകും. പരമോന്നത നീതിപീഠത്തിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാനുള്ള എല്ലാ റൈറ്റും ഈ കേസിലെ പ്രതിയായ മന്ത്രിക്കുണ്ട്. അത് പോകാൻ സ്വാഭാവികമായിട്ടും അനുവദിക്കുമല്ലോ. അതാണ് ഇതിന്റെ രൂപത്തിലുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുന്ന, ദുർബലപ്പെടുത്തുന്ന ഒരു ഇടപെടൽ എന്ന രൂപത്തിലല്ല, മറിച്ച് ഒരു പ്രസംഗ മധ്യേ കൊളോക്കൽ ലാംഗ്വേജ് അതിൽ കയറി വന്നു. അത് നിരുപാധികം അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യം പൊതുസമൂഹത്തിലുണ്ട്. വീണ്ടും അത് എടുത്ത് ഇപ്പൊ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണം എന്ന് UDF അടക്കം ആവശ്യപ്പെടുന്നത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ്. BJPയും ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെയാണ്. ഞങ്ങൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഈ കോടതി വിധി കൂടി പശ്ചാത്തലത്തിൽ വിശദമായി പരിശോധിക്കും. അത് ശരിയുടെ തീരുമാനം ശരിയായ സമയത്ത് ഞങ്ങൾ എടുക്കും, അതിൽ സംശയമില്ല. ശരി, KP നൗഷാദ്, ഞാൻ കുറച്ചുകൂടി ഇതിന് പുറത്തുള്ള ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വിമർശനമാണ്. അതിനകത്ത് ശരിയാണ്, ഉയർന്ന ധാർമ്മിക തലം, കുറച്ചുകൂടി പോയാൽ നിയമതലമൊക്കെ പറയാമെങ്കിൽ തന്നെയും ഇത് ഒരു രാഷ്ട്രീയമായ സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടാക്കുമോ? അതായത് സജി ചെറിയാൻ തുടരുന്നത് കുഴപ്പമാണ് എന്ന നിലയ്ക്ക് ഒരു പോപ്പുലിസ്റ്റ് ഒരു ജനങ്ങൾക്കാകെ തന്നെയും ഒരു ഗുരുതരമായ കുഴപ്പമെന്ന് തോന്നുന്ന സ്വഭാവം സത്യത്തിൽ ഇതിനകത്തുണ്ടോ? ആ നിലയ്ക്ക് ഇതൊരു ഞാൻ പറയുന്നത് ആ നിലയ്ക്കൊരു സില്ലി ഇഷ്യൂ അല്ലേ ചോദിക്കുകയാണ്. ജനങ്ങളുടെ ഒരു സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടാവാൻ ഇടയില്ലല്ലോ. പിന്നെ നിഷാദ്, ഇവിടെ സജി ചെറിയാൻ നേരത്തെ അഡ്വക്കേറ്റ് ദീപക് പ്രകാശൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നാളെ വല്ല കൊലക്കുറ്റോ ജീവപര്യന്തമൊക്കെ കിട്ടുമെന്ന് നമ്മൾ കരുതുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ബാധിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ നിയമവശങ്ങളെ സാങ്കേതികത്വത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയോ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഇതൊരു രാഷ്ട്രീയമാണല്ലോ. കേരള രാഷ്ട്രീയം എല്ലാ കാലത്തും വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമുള്ള ഒന്നാണ്. CPM അതിനുവേണ്ടി വലിയ കലാപങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ പശ്ചാത്തലമുള്ളൊരു പാർട്ടിയാണ്. നിങ്ങൾ ഓർത്തു നോക്കുക, കേരള നിയമസഭയുടെ ഒരു പ്രതിപക്ഷ അംഗം ചോദിച്ച ചോദ്യത്തിന് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റ് എഴുതി കൊടുത്ത മറുപടി വായിച്ചതിൻ്റെ പേരിൽ
കോടതിക്കൊരു സന്ദേഹമുണ്ടായപ്പോൾ 116 സീറ്റുമായിട്ട് അധികാരത്തിലേറി 2 മാസം തികയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പദവി രാജിവെച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട് കെ കരുണാകരൻ. അന്ന് CPM ഉണ്ടാക്കിയ കോലാഹലം കാരണം, അവരുണ്ടാക്കിയ അക്രമം കാരണം കൂടിയായിരിക്കാം അദ്ദേഹം അന്ന് രാജിവെച്ചത്. അതിലുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത അവിടെയുണ്ട്. സ്വന്തം മകളുടെ വിവാഹം നടത്തിയപ്പോഴല്ല, അവർക്ക് 18 വയസ്സ് പൂർത്തിയാവാൻ 2 ആഴ്ച ബാക്കിയുണ്ട് എന്ന ആരോപണത്തിൻ്റെ പേരിൽ CPM വലിയ പുകിലിവിടെ ഉണ്ടാക്കി MP ഗംഗാധരൻ മന്ത്രി പദവി രാജിവെച്ച് പോയി. KP വിശ്വനാഥിനെതിരെ ഒരു കോടതി പരാമർശം ഉണ്ടായി എന്ന് പറഞ്ഞു രാജിവെച്ച് പോയി. ഇതിൻ്റെയൊക്കെ പേരിൽ വലിയ വാചാടോപങ്ങൾ സൃഷ്ടിച്ചൊരു പാർട്ടിയാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയാൽ അത് ക്രിമിനൽ കുറ്റമായിട്ട് തടവൊന്നും കിട്ടില്ല, അതൊരു ധാർമ്മികത പ്രശ്നം മാത്രമാണ്. ഇവിടെ ഭരണഘടന ആളുകൾക്ക് കൊള്ളയടിച്ചു പോകാൻ പാകത്തിലുള്ള ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതും വലിയ കുറ്റമൊന്നും കിട്ടുന്ന കാര്യമല്ല. അതൊക്കെ കേവലം നൂലാമാല സാങ്കേതികത്വമൊക്കെയാണ് എന്ന് ഇവർ പറയുമ്പോൾ ഇവരെ തിരിച്ചറിയുക, ഇവരെ കേരളം മനസ്സിലാക്കും എന്നതിൻ്റെ അപ്പുറത്തൊന്നും ഇതിനകത്ത് പറയാനില്ല. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്കാർക്കും വലിയ തർക്കമോ സംശയമൊന്നുമില്ല. ഈ സജി ചെറിയാനെ നാളെ കയ്യാമം വെച്ച് പോലീസ് കൊണ്ടുപോയി ജയിലിലടക്കുകയൊക്കെ ചെയ്യുന്ന വല്ല സംഭവവും പരിണിതിയൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. അതിന് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിപ്രധാനമുള്ളൊരു പശ്ചാത്തലമുണ്ട്. ഇവരിവിടെ ചെയ്യുന്ന ഇത് വലിയൊരു കീഴ്വഴക്കമായിട്ട് നാളുകളിൽ മാറാനിടയുണ്ട്. ഇത് ഗാന്ധിജിയെ ചെറുതായിട്ട് വെടിവെച്ച് കൊന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപം ഉണ്ടാക്കി വെടിവെച്ച് രസിക്കുന്ന, സവർക്കറുടെ ചിത്രം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ പ്രതിഷ്ഠിക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുതുമകൾ കാണുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM അതിൻ്റെ ഏറ്റവും വലിയ മാതൃക BJPയെ കവച്ചുവെക്കും വിധം ഈ രാജ്യത്ത് പ്രദർശിപ്പിക്കുന്നൊരു രാഷ്ട്രീയത്തെ, അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ രാഷ്ട്രീയമല്ല അവരുടേതെങ്കിൽ അവർ സജി ചെറിയാനെ മന്ത്രി പദവിയിൽ നിന്ന് ഇറക്കി വീട്ടിലേക്ക് പറഞ്ഞേക്കണം, അദ്ദേഹത്തിൻ്റെ MLA പദവി അദ്ദേഹം രാജിവെക്കണമെന്ന് ഞങ്ങളാരെങ്കിലും ആവശ്യം ഉന്നയിച്ചു. ഇതൊക്കെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ചോദ്യമാണ്. അത്തരമൊന്നുണ്ടെങ്കിൽ രാജിവെക്കണം, അതിനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. പിന്നെ ഇവിടെ കോടതി രാജിവെക്കണമെന്ന് സ്പെസിഫിക്കായിട്ട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പോലെയുള്ള ബാലിശമായ ന്യായവാദങ്ങളിൽ കടിച്ചു തൂങ്ങുമ്പോൾ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം നമ്മളീ സംസാരിക്കുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, രാഷ്ട്രീയത്തിലെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചാണ്, നമ്മളെ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചാണ്, അതിന് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള പ്രസക്തിയെക്കുറിച്ചാണ്. സംഘപരിവാർ രാഷ്ട്രീയം അതിനെ കാർന്നു തിന്നാൻ ഏത് നിമിഷവും ശ്രമിക്കുന്ന ഒരു ഭീതി നിറഞ്ഞ പൊളിറ്റിക്കൽ പശ്ചാത്തലം ഇവിടെയുണ്ട്. ഭരണഘടനയെ സംരക്ഷിക്കാൻ ആളുകൾ കൂട്ടം കൂട്ടമായി വോട്ട് ചെയ്ത് ഇന്ത്യ രാജ്യത്തൊരു പ്രതിപക്ഷം ഉണ്ടാക്കിയ പുതിയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത്തരത്തിലൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ പിറകോട്ടടിപ്പിക്കുന്ന നയം CPM-ന് സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ, നമുക്ക് കാണാം. അതിന്റെ മറുപടി എന്താണ് അരുൺ? അല്ല, അതായത് ഒരു കോടതിയുടെയും ഉത്തരവോ പരാമർശമോ ഇല്ലാത്തപ്പോഴാണ് മന്ത്രി രാജിവെച്ച് അന്വേഷണത്തെ നേരിട്ടത്. നമുക്കറിയാം, വലിയ തരത്തിൽ ഭരണഘടനാ ധാർമ്മികതയും ജനാധിപത്യ ധാർമ്മികതയും എല്ലാം ഉയർത്തിപ്പിടിച്ച് തന്നെയുള്ള തീരുമാനമാണ് CPM അന്നെടുത്തത്. ഇപ്പോ രാഷ്ട്രപതിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്ന ആളെ കൊണ്ടുവന്ന് തോളത്ത് കൈയിട്ട് സ്വീകരിച്ച് ആനയിച്ച് ലോകം മുഴുവൻ കൊണ്ടു നടക്കുന്ന ആള് ആ പാർട്ടിയുടെ പ്രതിനിധി വന്നിട്ടാണ് പറയുന്നത്, അതുവരെ കോട്ട് ചെയ്ത് പറയുന്നത്. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം അല്ല ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഞങ്ങൾ ശരിയുടെ അല്ല, ചെറുതായി വെടിവെച്ച് കൊന്ന, അല്ല അതൊക്കെ ജനങ്ങൾക്കറിയാം. ചെറുതായി വെടിവെച്ച് കൊന്നത് ആരാണ്? ഇത്ര വർഗീയ വിദ്വേഷം ഉണ്ടാക്കിയ പ്രസ്താവനകൾ നടത്തിയത് ആരാണ്? ആ കഴുത്തിൽ ടയറിട്ട് ആ കാശ്മീരിലെ മുസ്ലിങ്ങളെ കത്തിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? അവരെല്ലാം ഇപ്പൊ ആനയിച്ചു കൊണ്ട് നടക്കുന്നത് ആരാണെന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ശരിയായ തീരുമാനം എടുക്കുള്ളൂ. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. മുൻപ് ഒരു തരത്തിലും നിർബന്ധമില്ലാത്ത സാഹചര്യത്തിൽ പോലും ശരിയായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കോടതി സാഹചര്യം എല്ലാം വരുമ്പോൾ വരുമ്പോഴേക്കും ഓടിപ്പിടിച്ച് രാജി എന്നല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരൻ എന്ന രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ അധികാരവും അവകാശവും ഉണ്ട്. അതുകൂടി പ്രൊട്ടക്ട് ചെയ്യും. തെറ്റായ തീരുമാനമാണെങ്കിൽ അത് തെറ്റാണെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതുപോലെ കോടതിയുടെ തീരുമാനം വന്നാൽ അത് അപ്പീൽ ചെയ്യേണ്ടതാണെങ്കിൽ അപ്പീൽ ചെയ്യും. അത്തരത്തിലുള്ള സാഹചര്യം എടുക്കും. വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ശരിയായ വിമർശനമാണ്. ഹൈക്കോടതിയുടെ കാര്യത്തിൽ തന്നെ എല്ലാ വിധമുള്ള നിയമപരമായ ഘട്ടങ്ങളും കഴിയാതെ, പ്രത്യേകിച്ച് സജി ചെറിയാനെ കേൾക്കാതെയാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത് എന്നൊരു വാദം കൂടി അരുൺകുമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇതിനകത്തൊരു ഒബ്ജക്ഷൻ ഉന്നയിക്കാൻ, തടസ്സവാദം ഉന്നയിക്കാൻ, തന്നെ കേട്ടിട്ടില്ല എന്ന വാദം ഉന്നയിക്കാനുള്ള സ്പേസ് സജിക്ക് ബാക്കി കിടക്കുന്നുണ്ടോ? ഈ കേസിലൊരു നിയമോപദേശം എന്ന രീതിക്കാണെങ്കിൽ, കാരണം
വ്യത്യസ്തമായിട്ടുള്ള വിധി പ്രസ്താവങ്ങളുണ്ട്. കാരണം എൻ്റെ ഓഫീസിൽ നിന്ന് പോലും ഈ 153 സമയത്ത് പോലും നമ്മൾ ഒരു അപേക്ഷ കൊടുത്തിട്ട് കോടതിയെ പരിഗണിക്കുകയും അതിന് ഗുണം കിട്ടുകയും ചെയ്യുന്ന നല്ല വിധി ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസിൽ ഏറ്റവും നന്നായി ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ സെറ്റ് സൈഡ് ചെയ്യാൻ വേണ്ടി, ക്വാഷ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ബഹുമാനപ്പെട്ട മന്ത്രി കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാചകം, കാരണം സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് ഭജൻലാൽ എന്ന കേസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ, where the allegation made the first information report or the complaint, even if they are taken in their face value and accepted in their entirety, do not prima facie constitute an offense or make out a case against the accused. ഇതാണ് ഒരു കാര്യം. ഈ കേസിൽ ഈ പറഞ്ഞ വാചകം കൃത്യമായി അപ്ലിക്കബിൾ ആണ്. ഈ FIR-ലോ കംപ്ലൈൻറ്റിലോ പറഞ്ഞ കാര്യം പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് എടുത്താൽ പോലും അതൊരു തരത്തിലുള്ള ഒരു ഒഫൻസായി പരിഗണിക്കപ്പെടില്ല എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ 482 സ്ക്വാഷിംഗ് പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിഭാഷ ഉപയോഗിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റാണ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് ഭജൻലാൽ. ഈ കേസിലെ ഈ വാചകം ഇതിന് ആപ്റ്റാണ്. ഈ ചോദ്യം ഞാൻ ഒന്നുകൂടി അതിൽ കണക്ട് ചെയ്യുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ, കാരണം ജഡ്ജ്മെൻറ്റിലുപരിയായിട്ട് നീതി നടപ്പാക്കണം എന്നുള്ള ഒരു കാര്യമാണ് കോടതികൾ കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാളുടെ ഭാഗം കൂടി കേൾക്കുന്നത് കൊണ്ട് ഒരു തെറ്റും വരില്ല. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത നിയമപരമായി ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് താങ്കൾ. അതിന് എങ്ങനെയുള്ളപ്പോൾ തന്നെ ധാർമ്മികമായ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്, അത് ഉന്നയിക്കുന്നതാണ് പ്രതിപക്ഷം അതിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതാണ് നൗഷാദ് അലിയുടെ പോയിന്റ്. ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ശ്രീ ദീപക് പ്രകാശ്, നൗഷാദ് അലി, ശ്രീ അരുൺ കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിനുള്ള വേള.